വൃശ്ചിക പുലരിയാണ്. നേരെ പോകേണ്ടത് സന്നിധാനത്തേക്ക് തന്നെയാണ്. വൃശ്ചിക പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3-ന് തന്ത്രി കണ്ഠര് രാജീവരുടെയും കണ്ഠര് ബ്രഹ്മദത്തിൻ്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. 70,000 തീർത്ഥാടകർ ഇന്ന് ശബരീശ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി പടിയിറങ്ങുകയും ചെയ്തിരിക്കുന്നു. നേരെ ശബരിമലയിലേക്ക് അരുൺ കൊടുങ്ങൂരും M മനോജും ചേരുന്നുണ്ട്. അരുൺ, മനോജ്, സ്വാമി ശരണം, സുപ്രഭാതം, നമസ്തേ. പുത്തൻപുലരിയിൽ ഐശ്വര്യപൂർണമായി തുടങ്ങാം. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് ഉണ്ടെന്നറിയാം. പുതിയൊരു മണ്ഡലകാലം, പുതിയൊരു വർഷം, പുതിയൊരു തീർത്ഥാടന കാലം. ആവേശവുമുണ്ട്, ആമോദവുമുണ്ട്, ഏറെ പ്രതീക്ഷയുണ്ട്. ആശങ്കകൾക്ക് ഇടയുമില്ല. 41 നാൾ നീണ്ട വ്രതം നോറ്റ് അയ്യപ്പ ഭക്തർ എല്ലാം അവിടെ അർപ്പിച്ച് കാനനവാസനെ തേടി ലക്ഷങ്ങളുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്ന് രാവിലെ സന്നിധാനത്ത് നിന്നുള്ള ദർശനം, വിശേഷങ്ങൾ, കാഴ്ചകൾ? സാധിശരണം എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ മാറിയിരിക്കുകയാണ്. മലയാള നാട് ഒന്നാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ വൃശ്ചിക പുലരിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു തീർത്ഥാടന കാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം സ്പോട്ട് ബുക്കിങ്ങിൽ കാര്യമായ രീതിയിലേക്കുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ നടുവിൽ തന്നെയാണ് ഈ ഒരു തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 70,000-ഓളം തീർത്ഥാടകരാണ് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 30,000-ഓളം തീർത്ഥാടകരുണ്ടായിരുന്നു. എന്തായാലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു തീർത്ഥാടകരുടെ ഒരു ജനസഞ്ചയം തന്നെ, ഭക്തജന സഞ്ചയം തന്നെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയല്ലേ? തീർച്ചയായും അത് തന്നെ. ഈ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വഴി, അതായത് 30-ാം തീയതി വരെയുള്ള എല്ലാ സ്ലോട്ടുകളും മുഴുവനായി കഴിഞ്ഞതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തിരക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഇത്തവണ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അവർ ഓരോരുത്തരും ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വ്രതം നോറ്റുകൊണ്ട് അവർ ആ 18-ാം പടി ചവിട്ടി കയറി വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മുഖമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം അത്രയധികം ഒരേ ലക്ഷ്യം ശബരിമല അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നേരത്തെയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെയുള്ള അധികൃതരൊക്കെ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ ഒരു മഞ്ഞും ആ ഒരു തണുപ്പും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ശരണം വിളികളും ഒക്കെ ക്ഷേത്രമാണ്. തീർച്ചയായും ഒരു ആഘോഷത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയം സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും മന്ത്രിമാരുടെ അവലോകന യോഗം ചേരുന്നുണ്ട്. 11 മണിയോടെയാണ് അവലോകന യോഗം അവസാനിക്കുക. ഇതിനുശേഷം ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപനം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏകോപനത്തിലുണ്ടായ പാളിച്ച റവന്യൂ വകുപ്പ്, പോലീസ്, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ, ദേവസ്വം ബോർഡ്, ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് വലിയ രീതിയിലുള്ള ഒരു പോരായ്മകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ തീർത്ഥാടകർ കാനനപാതയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിന് ഇത്തവണ പരിഹാരം കാണുമെന്നാണ്. ഇത്തവണ പരിചയ സമ്പത്തുള്ള ഓഫീസേഴ്സിനാണ്, ഉദ്യോഗസ്ഥരെയാണ് 18-ാം പടിയിലേക്ക് ഉൾപ്പെടെ നിയോഗിച്ചിട്ടുള്ളതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ADGP കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മേൽശാന്തിയായി അവരോധിക്കപ്പെട്ട S അരുൺകുമാർ നമ്പൂതിരിയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി നട തുറന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് PN മഹേഷ് നമ്പൂതിരി. അദ്ദേഹം ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിച്ച ശേഷം വൈകാരികമായിരുന്നു അദ്ദേഹം. ആ പടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം വൈകാരികമായിട്ടായിരുന്നു, ആ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഈ നട തുറന്നു. ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ നമ്മുടെ പുറകിൽ കാണുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക്. അതിൽ കുഞ്ഞ് അയ്യപ്പന്മാർ, കന്നി അയ്യപ്പന്മാരുണ്ട്, കുഞ്ഞ് മാളികപ്പുറങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ, അതായത് വാർദ്ധക്യം നിലനിൽക്കുമ്പോൾ ഒക്കെ തന്നെ ആ ഒരു
സമയത്തും അയ്യനെ കാണണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ ഇങ്ങോട്ട് മലകയറി എത്തുന്നവരുണ്ട്. തീർച്ചയായും മുന്നിലുള്ള പ്രതിസന്ധികളൊന്നുമല്ല, അവർക്കൊരു ലക്ഷ്യം മാത്രമാണ്. കാലങ്ങൾ നൊയമ്പ് നോറ്റുകൊണ്ട് വ്രതശുദ്ധിയോടെ ഇവിടേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നു. എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ടായെങ്കിലും അതൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. കാനനപാതയിലൂടെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നു. അത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവർക്കെല്ലാം മനസ്സിൽ ഒരേ ഒരു വികാരം, ഒരേ ഒരു ലക്ഷ്യം, ശബരീശ ദർശനം. പുണ്യം പൂങ്കാവനമായിരിക്കുന്ന ഈ സന്നിധിയിലേക്ക് എത്തുക, ശബരീശനെ തങ്കത്തിരുകോവിലിൽ വാണരുളുന്ന സ്വാമി അയ്യപ്പനെ ഒന്ന് കാണുക, വില്ലാളി വീരനായ പന്തള രാജകുമാരനെ ഒന്ന് കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ തീർത്ഥാടക സഞ്ചയമെല്ലാം തന്നെ എത്തുന്നത്. എന്തായാലും ഇന്നതിൻ്റെ തുടക്കമാണ്. വൃശ്ചിക പുലരിയിൽ കേരളം ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു നൊയമ്പ് നോറ്റുകൊണ്ട് ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണുണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തന്നെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു തീർത്ഥാടകരുടെ തിരക്ക്. അത് ഓരോ വർഷവും ശബരിമലയുടെ കീർത്തി അങ്ങനെ ലോകമെമ്പാടും അങ്ങനെ കീർത്തി വ്യാപിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വർഷവും മുടങ്ങാതെ ഇങ്ങോട്ടേക്ക് എത്തുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. എന്തായാലും വരുന്ന ഭക്തജനങ്ങളോടൊക്കെ കഴിഞ്ഞ ദിവസം മേൽശാന്തി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. വരുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, കാനന ക്ഷേത്രമാണ്, അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട, ആ കാനനപാത സംരക്ഷിക്കേണ്ട ആ ഒരു കടമ ഓരോ ഭക്തജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മേൽശാന്തി ഉൾപ്പെടെ തന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അതൊക്കെ ഭക്തജനങ്ങൾ ആ ഒരു കടമയൊക്കെ തന്നെ ആ കാര്യങ്ങൾ, അതായത് ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്, അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. സന്നിധാനത്തെ അതൊരു വലിയ പ്രശ്നമായി തന്നെ ഈ ഒരു കാനന ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പല പദ്ധതികളും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകും. നമുക്കറിയാം, ആദ്യം പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു വലിയ പദ്ധതി ആരംഭിച്ചിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് തന്നെ ഈ പവിത്രം ശബരിമല എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ മല കയറി എത്തുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്നതോറും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഒരു മണ്ഡലകാലത്തും അതോടൊപ്പം തന്നെ മകരവിളക്ക് കാലത്തും ഈ ഓരോ മാസപൂജാ കാലത്തുമെല്ലാം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. കാനന ക്ഷേത്രമാണ്, നിരവധി മൃഗങ്ങളടക്കം സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു മണ്ഡലകാലത്ത് ചർച്ച ചെയ്യേണ്ടത് എന്നതാണ്. കാരണം വരും നാളുകളിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാനും വലിയൊരു ദർശനത്തിനടക്കം തീർത്ഥാടകർ എത്തുന്നവർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും തിരക്ക് വലിയ രീതിയിൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ്. പുലർച്ചെ 3 മണിയോടെ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി, വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ട്. ആ തിരക്കിനെ എല്ലാം തന്നെ മറികടക്കുന്നതിനും അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക്, ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 18ാം പടി തന്നെയാണ്. 18ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ അനുസരിച്ചിരിക്കും ശബരിമലയിലെ തിരക്ക് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പല തവണയും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അത് പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ ഗണ്യമായ ഒരു കുറവൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് മണിക്കൂറുകളുടെ ഒരു ക്യൂവിലേക്ക് വരി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എരുമേലിയിലും പമ്പയിലും നിലയ്ക്കലും എല്ലാം തന്നെ തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ, വർഷങ്ങളായി ശബരിമലയിൽ 18ാം പടിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരുടെ അവരെ മേൽനോട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തന്നെ ആദ്യ പടിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ 18ാം പടി കയറി വരുന്ന, അതായത് ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഭക്തരുടെ സുരക്ഷയും അതിനും കൂടുതൽ അവർക്കും കരുതൽ കൊടുക്കണമെന്നുള്ള കാര്യം തന്നെയാണ്. ആ ഒരു നിർദ്ദേശം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും, ഇവിടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ളത്. 18ാം പടിയാണ്. നിരവധി പേർ, അതായത് ഒരേ സമയം തന്നെ നിരവധി പേരാണ് 18ാം പടിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത്. മുൻപൊക്കെ തന്നെ 1 മിനിറ്റിൽ 80ഓളം തീർത്ഥാടകർ
തീർത്ഥാടകർ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് കണക്ക്. അത് തിരക്ക് അനുസരിച്ചിട്ട് ആ എണ്ണത്തിൽ വർധനയുണ്ടാകും. തിരക്ക് കുറയുന്നതിനനുസരിച്ച് ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശരാശരി 80,000 ഒരു മിനിറ്റിൽ 80 തീർത്ഥാടകർ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ 18-ാം പടി കയറി എത്തുന്നു എന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായുള്ള ഒരു കണക്ക്. മുൻപൊക്കെ ആണെങ്കിൽ ഓരോ പടിയും തൊഴുത് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത്തവണ എല്ലാ പടിയും തൊഴുത് കയറുവാൻ ഒരു സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചുള്ളത്. കാരണം തിരക്ക് അത്രത്തോളം ഉണ്ട്. ഓരോരുത്തരും മനോഹരമായി സന്നിധാനം ഒന്നാകെ ഒരുക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും വർണ്ണം വഹിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെ. അങ്ങനെ എല്ലായിടങ്ങളിലും ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചകൾ തന്നെ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ആ ഒരു വലിയ സത്യം, തത്വമസി എന്നുള്ള ഒരു പൊരുൾ 18-ാം പടി കയറിയെത്തുന്ന ആ തീർത്ഥാടകരുടെ മനസ്സിലേക്ക് ഭഗവാനും ഭക്തനും ഒന്നാകുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം, ഏറ്റവും മഹത്തായ ഒരു സന്ദേശം, ഏറ്റവും ഹൃദ്യമായ ഒരു സന്ദേശം അത് തന്നെയാണ് ഈ പുണ്യ സങ്കേതം. ഒരുപാട് തീർത്ഥാടകരെ വീണ്ടും 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 വരാൻ കൊതിപ്പിക്കുന്ന ആ ഭഗവത് ദർശനത്തിലേക്ക് എന്നിനുള്ളിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുന്ന ആ ഒരു പുണ്യ സങ്കേതം, തത്വമസി എന്നുള്ള ആ വലിയ പൊരുൾ അത് തന്നെയാണ് ഈ കാനന ക്ഷേത്രത്തെ, പൂങ്കാവനത്തെ, അയ്യന്റെ പൂങ്കാവനത്തിൽ 18 മലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാനന ക്ഷേത്രത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ്, മനോഹരമായ കാഴ്ചയാണ്, ഉള്ളം നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ്.